ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക നൽകി. രാഘോപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. അതേസമയം 57 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക JDU പുറത്തിറക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി. വിനീത VG പട്നയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഈ BJP ആണെങ്കിലും JDU ആണെങ്കിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. മഹാസഖ്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ ഒരു കല്ലുകടിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ ചർച്ചകൾക്ക് വേഗത കൈവരിക്കുന്നുണ്ടോ? ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വിനീത VG? TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. RJDയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ തേജസ്വി യാദവ് അദ്ദേഹം ലാലു പ്രസാദ് യാദവിനും റബറി ദേവിക്കും ഒപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നും RJDയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആദ്യ പട്ടിക ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന് മുൻപായി തന്നെയാണ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. രാഘോപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി യാദവ് ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നത്. രാഘോപൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ലാലു പ്രസാദ് യാദവ്, റാബറി ദേവി, തേജസ്വി യാദവ് ഒക്കെ വർഷങ്ങളായി മത്സരിക്കുന്ന മണ്ഡലമാണ്. യാദവ കുടുംബത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. ഇത്തവണ അവിടെ നിന്ന് തന്നെയാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത്. അതേസമയം ജൻസുരാജ് പാർട്ടി നേതാവായ പ്രശാന്ത് കിഷോർ ആദ്യഘട്ടത്തിൽ ഇതേ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്നുള്ള ചില സൂചനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അവസാനഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ ഇനി മത്സര രംഗത്തേക്കില്ല എന്നുള്ളത് തന്നെയാണ്. പകരം ഈ രാഘോപൂർ മണ്ഡലത്തിൽ നിന്ന് സഞ്ജൽ യാദവിനെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണെങ്കിലും JDUവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാവിലെയോടുകൂടി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ 57 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിലവിൽ 5 മന്ത്രിമാർ, 4 വനിതകൾ എന്നിവർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യഘട്ട പട്ടികയിലുള്ളത്. പ്രധാനപ്പെട്ട 3 നേതാക്കളുമുണ്ട്. അധികം വൈകാതെ തന്നെ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം TK പറഞ്ഞതുപോലെ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ഞങ്ങൾ ധാരണയിലെത്തി എന്നൊക്കെ പറയുമ്പോഴും ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിനം മാത്രമാണ് ബാക്കി നിൽക്കെ കോൺഗ്രസിന്റെയും RJDയുടെയും ചില സീറ്റുകൾ തമ്മിൽ ഇപ്പോഴും ധാരണയായിട്ടില്ലെന്നുൾപ്പെടെയുള്ള ചില റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. TK ശരി, വിനീത VG പട്നയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.